Hey ladies and gentlemen, welcome back to channel. കുറേ ആയില്ലേ വന്നിട്ട്. It's been a long time നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് ഇനി അങ്ങനെ ഉണ്ടാവില്ല, കണ്ടിന്യൂസ് വീഡിയോ ചെയ്യും എന്നൊക്കെ തന്നെയാണ് എല്ലാ പ്രാവശ്യം വരുമ്പോൾ പറയുന്നത്. സർവൈവലും നമ്മളൊരു ഡ്രീമിൻ്റെ ഇടയിൽ കുടുങ്ങി പോകുന്നതാണ്. സോറി ഗൈസ്. സോ ഫോർ യു ഗൈസ് നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ സാധനം കൊണ്ടുവരുന്നുണ്ട്. സ്പെഷ്യൽ മീൻസ് കൈൻഡ് ഓഫ് സ്പെഷ്യൽ, എല്ലാവരും അങ്ങനെ കാണാത്തൊരു സാധനമാണ്. സോ ബൈ അലിഖാൻ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് Acer FreeBeats. ഇത് നിങ്ങൾ സാധാരണ ഹെഡ്സെറ്റ് കാണുന്ന പോലെയല്ല. ഹെഡ്സെറ്റ് എന്നൊക്കെ പറയുകയാണെങ്കിലും ഓട്ടുള്ള ഹെഡ്സെറ്റാണ്. ആസ് യു സി, ഐ ജസ്റ്റ് വാണ്ട് ടു സേ സം ഫാക്ട്സ് അബൌട്ട് ദിസ് തിങ്. സാധാരണ നമ്മൾ ഹെഡ്സെറ്റൊക്കെ വെക്കുന്ന സമയത്ത് എന്തുണ്ടാവില്ല അറിയോ, കുറേ നേരം വെക്കുമ്പോൾ നമ്മൾ ഈ ചെവിട് വേദനയാവും. അതിന് മുമ്പ് മറ്റേ ഹെഡ്സെറ്റിൻ്റെ റിവ്യൂ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് ഡിഫറൻസ് ആയിട്ട് വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിസൈനാണിത്. ഇതിൻ്റെ സ്പെക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ബോഡിയാണ്. പിന്നെ ചെവി വെക്കുന്ന അവിടുത്തെ ഈ റൗണ്ടിൽ കാണുന്ന അവിടുത്തെ റബ്ബർ എലമെൻ്റ് ഉണ്ട്. നമുക്ക് വെക്കുമ്പോൾ ഒരു സോഫ്റ്റ്നെസ് കിട്ടുന്നത്. പ്ലാസ്റ്റിക് അങ്ങനെ തന്നെ വെക്കുമ്പോൾ ഒരു ഇടങ്ങേറല്ലേ. പിന്നെ നമുക്ക് ഒരു 40 mm ഡ്രൈവാണ് വരുന്നത്. 20 മണിക്കൂർ നമുക്ക് ബാറ്ററി ലൈഫ് കിട്ടും. ഓൾസോ 5.4 ബ്ലൂടൂത്ത് ആണ്. 2.5 hours ആണ് നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യാൻ വരുന്ന ടൈം. ഓക്കെ, ഒരു സി പോർട്ട് വരുന്നുണ്ട്, ഇൻബിൽറ്റ് മൈക്ക് വരുന്നുണ്ട്. ഐ തിങ്ക് ഒരു സൈഡിൽ മൈക്കുള്ളൂ. കംപ്ലീറ്റ്ലി ഈ ഒരു സൈഡിൽ നിങ്ങൾക്ക് സ്പീക്കർ മാത്രമാണ്. പിന്നെ ഇവിടെയാണ് നമുക്ക് കൺട്രോൾസ് വരുന്നത്. വോളിയം അപ്പ് ആൻഡ് ഡൗൺ, പൗസ്, പിന്നെ പവർ ബട്ടണ്. സോ ഇതൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ആസ് എ ടെക് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇത് സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. അത് പിന്നെ ഞാൻ രണ്ടാമത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതിൽ വലിയ കാര്യമൊന്നുമില്ല. ഐ ജസ്റ്റ് വാണ്ട് ടു സേ ഹൗ ദിസ് ഫീൽ, ഹൗ യു ഗൈസ് ഗോണ ഫീൽ വെൻ യു പുട്ടിങ് ദിസ് തിങ്. അതാണ് ഞാൻ കാര്യമായിട്ട് പറയുക. അത് നിങ്ങൾക്ക് അറിയണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ ഇതിൻ്റെ ലുക്ക് വരുന്നത് ഈ ഒരു മോഡലിലാണ്. ഫ്രം മൈ പേഴ്സണൽ ഒപ്പീനിയൻ ഈ ഒരു സാധനം ഇങ്ങനെ വെക്കുമ്പോൾ നൈസാണ്. ഓൾസോ നമ്മൾ സാധാരണ ഹെഡ്സെറ്റ് വെക്കുന്നതിനേക്കാൾ ഒരു ഡിഫറെൻറ്റ് ഫീല് ഇത് തരുന്നുണ്ട്. ഓവർ ദ ഇയർ നമുക്കൊരു സൗണ്ട് കിട്ടുമ്പോൾ നമ്മളൊരു ഹോളിലൊക്കെ ഇരുന്ന് കണ്ട് കേൾക്കുന്ന പോലത്തെ ഒരു ഫീല് നമ്മുടെ ചുറ്റുപാടുള്ള ഒരു കാര്യം വിട്ടുപോകാത്ത രൂപത്തിൽ നമുക്ക് തന്നെ മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ ഒരു സ്പെഷ്യലായിട്ടൊരു കാര്യം, NWM എന്ന ജപ്പനീസ് ബ്രാൻഡ്, NTTൻ്റെ ജപ്പനീസ് ടെലികോം ബ്രാൻഡിൻ്റെ സബ് ബ്രാൻഡായിട്ട് വരുന്ന ഇതേ മോഡലൊരു സാധനം ഉണ്ട്. ഞാൻ ജസ്റ്റ് റെഫർ ചെയ്തപ്പോൾ കണ്ടതാണ്. 50,000 രൂപയാണ് ഇതിൻ്റെ വില. ഇതിൻ്റെ വില 1500 ആണ്. ഫോർ 1500 rupees ഇത് വെർത്താണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആൻഡ് കണക്റ്റീവായിട്ട്, ആൾക്കാരോട് കണക്റ്റീവായിട്ട് വർക്കിലും ക്ലാസ് കേൾക്കുന്നതും വേറെ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഈ പാട്ടും കൂടി കേൾക്കുന്ന ആൾക്കാർക്കൊക്കെ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയി. കാരണം ഓഫ് കോഴ്സ് നിങ്ങൾ കേൾക്കുന്ന സാധനം തൊട്ടടുത്തുള്ള ആൾക്കാർക്കൊക്കെ കേൾക്കാനും പറ്റും. സോ ഉടായ്പ പരിപാടികളൊന്നും ഇത് വെച്ചിക്കാണ്ട് എടുക്കാൻ നിൽക്കരുത്. അതിനെ യു കിട്ട്. സോ ദാറ്റ്സ് ഓൾ. കുറേ ഒന്നും പറയാനില്ല. ആൻഡ് ഐ ജസ്റ്റ് വാണ്ട് ടു പ്ലേ സംതിങ് വിത്ത് ദിസ് ഹെഡ്സെറ്റ്. ചിലപ്പോൾ പുറത്ത് കേൾക്കുന്നതുകൊണ്ട് കോപ്പിറൈറ്റ് അടിക്കും. കോപ്പിറൈറ്റ് അടിച്ചാൽ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. സോ ദാറ്റ്സ് ഓൾ. മാക്സിമം ഞാൻ വീഡിയോ ചെറുതാക്കാൻ നിൽക്കുകയാണ്. കാരണം ഒരുപാട് പ്രൊഡക്ട്സ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാണ്ട്. ആൾസോ ജസ്റ്റ് വാണ്ട് ടു സേ ഹൗ യു ഗൈസ് ഫീൽ അബൌട്ട് ദിസ് ആൻഡ് ഹൗ ഐ ഫീൽ അബൌട്ട് ദിസ്. പിന്നെ ആ പൈസക്ക് നിങ്ങൾക്ക് വെർത്താണോ. അതോടൊപ്പം പറയേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ക്വാളിറ്റി നല്ല ക്വാളിറ്റിയാണ്. സോ ലാസ്റ്റിങ്ങിൻ്റെ കാര്യത്തിൽ കുറച്ചൊരു നമ്മളൊരു 10 ഒക്കെ നമുക്ക് 8 റേറ്റിംഗ് കൊടുക്കാം. ഒരുപാട് ഹെഡ്സെറ്റിന് ഉണ്ടാകുന്ന ഒരു വിഷയം മെയിനായിട്ട് അതാണ്. ഒരു ഭയങ്കര ഒരു പാട്ട് എന്തൂസിയാസിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരൊന്നും എടുക്കാൻ നിൽക്കണ്ട. വർക്കിനോടൊപ്പം പാട്ട്, അതേപോലെ പാട്ടിനോടൊപ്പം വർക്ക്, ഡബിൾ റോളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യു ഷുഡ് ചൂസ് ദിസ്. ആൻഡ് ഇതൊരു വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. 1500 രൂപയ്ക്ക് ഒരു എക്സ്പീരിയൻസ് ഒക്കെ വാങ്ങാനുണ്ടെന്നുണ്ടെങ്കിൽ യു ഗൈസ് ബെറ്റർ ചൂസ് ദിസ്. സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ലെറ്റ് മീ നോ ഇൻ ദി കമൻറ്റ്സ്. ബൈ.